ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഓട്ടോമേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ചെറിയ ഒരു അവലോകനമാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യാവസായിക അടിസ്ഥാനത്തിലും അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലും ഒരുപാട് മുന്നേറുന്ന ഒരു മേഖലയാണ് ഓട്ടോമേഷൻ. അപ്പോൾ ആദ്യമേ നമുക്ക് ഓട്ടോമേഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് independent accomplishment of a work or a process using a device that was previously done by human. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി, അതായത് മുൻകാലങ്ങളിൽ മനുഷ്യർ ചെയ്തിരുന്ന ജോലി ഇന്ന് മെഷീനുകളും അതിനനുസൃതമായിട്ടുള്ള ഡിവൈസുകളും ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ മനുഷ്യൻ ചെയ്തിരുന്ന ജോലി ഈ ഡിവൈസുകളും മെഷീനുകളും ഉപയോഗിച്ച് നമ്മൾ പൂർത്തീകരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓട്ടോമേഷൻ. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് ഓട്ടോമേഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഓട്ടോമേഷൻ ഈസ് എ ടെക്നോളജി ബൈ വിച്ച് എ വർക്ക് ഓർ എ പ്രോസസ് ഈസ് കംപ്ലീറ്റഡ് വിത്ത് മിനിമൽ ഹ്യൂമൻ അസിസ്റ്റൻസ്. അതായത് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജിയാണ്. ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം മനുഷ്യരുടെ സഹായം കൂടുതലും കുറച്ച് ചെയ്യുന്ന പ്രവർത്തനമാണ് ഓട്ടോമേഷൻ. അതായത് മുൻകാലങ്ങളിൽ മനുഷ്യൻ്റെ കൂടുതൽ പ്രയത്നം ആവശ്യമുള്ള പ്രോസസ്സുകൾ അതിൻ്റെ പ്രയത്നത്തിൻ്റെ അളവ് കുറച്ച്, മനുഷ്യരുടെ ഇടപെടൽ വളരെ കുറച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഓട്ടോമേഷൻ. അതെന്താണ് ഓട്ടോമേഷനാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഓട്ടോമേഷൻ എന്ന ഈ ഒരു ടോപ്പിക്കിലെ ഡെഫിനിഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഓട്ടോമേഷൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതിലാദ്യമായി നമ്മൾ ഓട്ടോമേഷൻ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അതായത് നമ്മൾ ഒരു വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ട്രാഫിക് സിഗ്നലുകൾ ഉണ്ടാവും. ഇന്ന് എല്ലാ റോഡുകളിലും, അതായത് ഹൈവേകളായിക്കോട്ടെ, വലിയ വലിയ തിരക്ക് പിടിച്ച ജംഗ്ഷനുകളായിരിക്കോട്ടെ, ഇവിടെയെല്ലാം എന്താണ് സ്ഥാപിച്ചിട്ടുള്ളത്? ട്രാഫിക് സിഗ്നലുകളാണ്. ഈ ട്രാഫിക് സിഗ്നലുകളാണ് ഒരു ഉദാഹരണം ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ. അതായത് മുൻകാലങ്ങളിൽ ഈ ട്രാഫിക് സിഗ്നലുകൾക്ക് പകരം അവിടെ ഒരു പോലീസുകാരനായിരുന്നു നിന്നിരുന്നത്. ആ പോലീസുകാരനാണ് വാഹനങ്ങൾ, അതായത് ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെ മുഴുവനായിട്ട് നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഈ പോലീസുകാരന് പകരം എന്താണ് സംഭവിക്കുന്നത്? ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കുകയും അതുവഴി എന്താണ് ഈ ഒരു ട്രാഫിക് കൺട്രോൾ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളായി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓട്ടോമേഷൻ്റെ ഒന്നാമത്തെ ഉദാഹരണം. ഇനി രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹന മേഖലകളിൽ, അതായത് മുൻകാലങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ, അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളിൽ ടെക്നീഷ്യന്മാരുടെ, അതായത് വാഹനം നിർമ്മാണ യൂണിറ്റുകളിൽ, അതായത് ടെക്നീഷ്യന്മാരുടെ അതായത് എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൂടുതൽ വാഹനങ്ങൾ അതായത് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളിലെല്ലാം ഈ ടെക്നീഷ്യന്മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നത്. പക്ഷേ ഇന്നാണെങ്കിൽ ഈ ഓട്ടോമൊബൈൽ മേഖലകളിൽ എന്താണ് ഓട്ടോമേഷൻ സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും നമുക്ക് ടെക്നീഷ്യന്മാരുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ സ്പീഡും അതുപോലെ ഉൽപ്പാദനത്തിൻ്റെ എണ്ണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് നേരത്തെ ഒരു 10 വാഹനമാണ് ഒരു യൂണിറ്റിൽ നിന്ന് പുറത്ത് വന്നിരുന്നതെങ്കിൽ ഇന്ന് നമുക്കത് 10 എന്നുള്ളിടത്ത് 100, 500, 1000 വരെ ഈ ഓട്ടോമേഷൻ ഇൻസ്റ്റാളേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് സാധിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് ഒന്ന് പറയാനാണ്, അതായത് നമ്മുടെ നിത്യോപയോഗത്തിൽ വരുന്ന ഒരു മേഖലയാണ് ഡ്രൈവ്ലെസ് വെഹിക്കിൾ. അതായത് ഇന്ത്യയിൽ ഇത് ആവുന്നുള്ളൂ, ഡ്രൈവ്ലെസ് വെഹിക്കിൾ വരുന്നുള്ളൂ. പക്ഷേ വിദേശ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഡ്രൈവ്ലെസ് വെഹിക്കിൾസ് അവൈലബിൾ. അതായത് ഇവിടെ മുൻകാലങ്ങളിൽ എന്താണ്? ഡ്രൈവറായിരുന്നു വാഹനത്തിനെ നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് അതിന് പകരം വാഹനം തന്നെ സ്വയം നിയന്ത്രിച്ച് അതിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ എത്തേണ്ടത് അവിടെ എന്ത് ചെയ്യും? വാഹനം തന്നെ സ്വയം അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. ഇതുവഴി എന്താണ്? ഡ്രൈവർ എന്നുള്ള ഒരു മനുഷ്യൻ, അതായത് ഹ്യൂമൻ എഫേർട്ട് എന്തിനില്ല ഇവിടെ ഇനി ആവശ്യമില്ല. കാരണം വാഹനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഡ്രൈവിങ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രൈവ് പഠിക്കേണ്ട ആവശ്യമില്ല. വാഹനം തന്നെ സ്വയം
എന്ത് ചെയ്യും, ഡ്രൈവ് ചെയ്ത് നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ അത് എത്തിച്ചു തരുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്, ഡ്രൈവ്ലെസ് വെഹിക്കിൾ. അപ്പോൾ ഇന്ന് അത്തരം വാഹനങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ സുലഭമാണ്. പക്ഷേ ഇന്ത്യയിൽ ഇനി വരും വർഷങ്ങളിൽ വരാൻ ഒരു സാധ്യതയുള്ള ഒരു വാഹന മേഖലയാണ് ഇത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നീഡ് ഓഫ് ഓട്ടോമേഷൻ ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോമേഷൻ. അതായത് ഓട്ടോമേഷൻ്റെ ആവശ്യകതയും അതുപോലെ തന്നെ ഓട്ടോമേഷൻ്റെ ഗുണവും. അതിലൊന്നാമത്തെ പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓട്ടോമേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, തൊഴിലാളികളുടെ എണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ നമുക്കൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ ഓട്ടോമേഷൻ വഴി സാധിക്കും. അതുപോലെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത, അതായത് ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ കാര്യക്ഷമത നമുക്ക് എന്ത് ചെയ്യാം, വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നാലാമത്തെ പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മൊത്തത്തിലുള്ള റണ്ണിങ് കോസ്റ്റ്, മൊത്തത്തിലുള്ള അതായത് വില, ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അതായത് ഇപ്പോൾ ഒരു വ്യാവസായിക മേഖല ആയിക്കോട്ടെ, അപ്പോൾ അതിൽ അതായത് ടോട്ടലായിട്ടുള്ള, അതായത് ഇപ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുറക്കുന്ന നമുക്ക് ഒരുപാട് വേതനം, അതായത് സാലറി അവിടെ കുറയുന്നുണ്ട്. അതുപോലെ അത് കമ്പനിയുടെ ചിലവാണ് പറഞ്ഞത്. അതുപോലെ നേരത്തെ കുറച്ച് സാധനം നമുക്ക്, അതായത് നേരത്തെ പറഞ്ഞ 10 വാഹനമാണ് അതായത് നമുക്ക് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് വഴി, പക്ഷേ ഓട്ടോമേഷൻ വഴി നമുക്ക് 100, 500, 1000 ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താണ് പറയുക, മൊത്തത്തിലുള്ള നമ്മളെ റണ്ണിങ് കോസ്റ്റ്, അതായത് നമുക്ക് നടത്തിപ്പ് ചിലവ് എന്ത് ചെയ്യാൻ പറ്റും, അത് കുറക്കാൻ ഓട്ടോമേഷൻ വഴി സാധിക്കും. അതുപോലെ തന്നെ വളരെ അപകടം പിടിച്ച, അതായത് വർക്കുകളൊക്കെ ഉണ്ടാവും, അതായത് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന ഏരിയ, അങ്ങനത്തെ, അതായത് തീപിടുത്തമുള്ള ഏരിയ, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് ഉപയോഗിക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം, മാനുഷിക വർക്ക്, അതായത് മനുഷ്യൻ്റെ വർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് ജോലി നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി പകരം ഇവിടെ മെഷീനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് അത് അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. നേരത്തെ മനുഷ്യർ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനത്തെ മേഖലകളിലൊക്കെ മനുഷ്യർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപകട സാധ്യത ഉണ്ട്. പക്ഷേ ഓട്ടോമേഷൻ ആകുമ്പോൾ മെഷീനറീസാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ജീവഹാനിയൊന്നും അവിടെ സംഭവിക്കില്ല. ഇനി ആറാമത്തെ പോയിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇറ്റ് പെർഫോംസ് എ ടാസ്ക് വിച്ച് ആർ ബിയോണ്ട് ദി ഹ്യൂമൻ ക്യാപ്പബിലിറ്റി ഇൻ ടേംസ് ഓഫ് വെയ്റ്റ്, സ്പീഡ് എക്സെട്ര. അതായത് നമ്മുടെ മനുഷ്യന് ഒരു ജോലി ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ഓട്ടോമേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിപ്പോൾ എത്ര ഭാരമായിക്കോട്ടെ, അതുപോലെ എത്ര സമയമാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓട്ടോമേഷൻ സിസ്റ്റം വഴി നമുക്ക് പ്രവർത്തിപ്പിച്ച് നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഏഴാമത്തെ എൻഹാൻസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇൻ അസോസിയേറ്റ് വിത്ത് ഓട്ടോമേഷൻ. അതായത് ഓട്ടോമേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട ടെക്നോളജികൾ, അതായത് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ ഇതുവഴി നമുക്ക് സാധിക്കും. ഇനി അടുത്ത എട്ടാമത്തെ പോയിൻ്റ്, ഇറ്റ് റെഡ്യൂസ് ദി ഓവറോൾ ടൈം നീഡഡ് ടു കംപ്ലീറ്റ് ഇൻ എ വർക്ക്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, അതായത് നമുക്കൊരു ജോലി ചെയ്യാനുള്ള സമയം ഇവിടെ എന്ത് ചെയ്യും, ഓട്ടോമേഷൻ വഴി നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതായത് വളരെ വേഗത്തിൽ നമുക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ ഓട്ടോമേഷൻ വഴി സാധിക്കും. ഇനി അടുത്ത പോയിൻ്റാണ്, ഇറ്റ് ഇൻക്രീസ് ദി അക്യുറസി, പ്രിസിഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് എ വർക്ക്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിൻ്റെ സൂക്ഷ്മത, അതായത് അതിൻ്റെ പ്രിസിഷൻ, അതുപോലെ ക്വാളിറ്റി എല്ലാം എന്ത് ചെയ്യും, ഓട്ടോമേഷൻ വഴി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതായത് ഹ്യൂമൻ ബീയിങ് ആണെന്ന്, അതായത് മാനുഷിക പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ അതിൽ അക്യുറസി, അതായത് അതിൻ്റെ കാര്യക്ഷമതയിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ ആ വർക്കിൻ്റെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഓട്ടോമേഷൻ ആകുമ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓട്ടോമേഷൻ്റെ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പോയിന്റുകളാണ് എഴുതേണ്ടത്. അതുപോലെ നീഡ് ഓഫ് ഓട്ടോമേഷൻ, അതായത് ഓട്ടോമേഷൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിക്കും, അപ്പോഴും നമ്മൾ ഇത് പോയിന്റ് തന്നെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്, അതായത് ദോഷങ്ങളാണ്.
അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, ആദ്യത്തെ പോയിൻ്റ് ഇതാണ്. അതായത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഓട്ടോമേഷൻ വഴി നമുക്ക് തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഉൽപ്പാദന മേഖലകളിലും അതുപോലെ വ്യാവസായിക മേഖലകളിലും ഈ തൊഴിലാളികളുടെ എണ്ണം ഓട്ടോമേഷൻ വഴി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അപ്പോൾ ഒരു തൊഴിൽ നഷ്ടമാണ് ഓട്ടോമേഷൻ വഴി അവിടെ. നേരത്തെ അതൊരു മനുഷ്യൻ ചെയ്തിരുന്ന ജോലി ഇന്ന് അവിടെ മെഷീനുകൾ ചെയ്യുന്നത് വഴി അവിടെ തൊഴിൽ നഷ്ടം എന്തുണ്ടാവും? ഉടലെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുവഴി എന്താണ് സംഭവിക്കുന്നത്? അവിടെ തൊഴിലില്ലായ്മയുടെ നിരക്ക് എന്തെയും വർദ്ധിക്കും. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓട്ടോമേഷൻ വഴി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻസിന് അതായത് ഇൻ്റലിജൻ്റ് ലെവൽ വളരെ കുറവാണ്. അതായത് നേരത്തെ ഒരു മനുഷ്യൻ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ യുക്തിക്കനുസരിച്ച് അവൻ്റെ ജോലി അത് പൂർത്തീകരിക്കും. പക്ഷേ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഇൻപുട്ട് കൊടുത്തത് അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് ലഭിക്കുക. പക്ഷേ അവിടെ തന്നെ എററുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊരു ഓട്ടോമേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഇൻപുട്ടിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയലിലോ എന്തെങ്കിലും എററുകൾ വരികയാണെങ്കിൽ അത് മൊത്തം ഓട്ടോമേഷൻ സിസ്റ്റത്തിനെ അത് ബാധിക്കും. ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കോസ്റ്റ്. അതായത് നമ്മൾ ഈ ഓട്ടോമേഷൻ സിസ്റ്റം ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ, ഒരു വ്യാവസായിക മേഖലയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് പണച്ചെലവ് ഉണ്ട്. അപ്പോൾ അതായത് ഇനീഷ്യൽ കോസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇൻസ്റ്റാളേഷനും അതിൻ്റെ മെഷീനറീസിൻ്റെ വിലയുമൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു നഷ്ടമാണ്. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസും കൂടിയാണ്. അടുത്തത് ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോമേഷൻ സിസ്റ്റം അതായത് ഒരുപാട് മെഷീനറികളും വർക്ക് ചെയ്യുന്നത് വഴി എന്താണ് പൊല്യൂഷൻ, അതായത് മലിനീകരണത്തിൻ്റെ തോത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയാണ് ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്.